الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. സ്നേഹം ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ തഖ്വയോടെ ഈമാനോടെ നാടുകളിലേക്ക് തിരിച്ചു ചെന്ന് നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ നിലയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് അള്ളാഹു നൽകിയ അനവധി അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നമ്മുടെ ഹൃദയം എന്നത്. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം, ഖൽബ്, മറ്റുള്ളതിൻ്റെ അവയവങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തേക്കാൾ വ്യത്യസ്തമാണ്. അതിൻ്റെ മരണമാണ് നാം മരിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം നിൽക്കുന്നതോടുകൂടി നമ്മുടെ ജീവനും തീർന്നു. അത് ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം ഒക്കെ ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. അതിനെന്തെങ്കിലും ചെറിയ ഒരു അപാകത സംഭവിച്ചാൽ
വേദനയും അസ്വസ്ഥതയും പ്രയാസവുമൊക്കെയായി കഴിയേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഈ പറഞ്ഞത് ഹൃദയത്തിൻ്റെ ഭൗതിക രോഗങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന, നമ്മെ കാലാകാലം നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന മറ്റു പല രോഗങ്ങളും ആ ഹൃദയത്തിനുണ്ട്. അത് ബാധിക്കാതിരിക്കാൻ നാം എല്ലാ സമയത്തും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ പ്രാർത്ഥനകളിലും ഉപദേശങ്ങളിലുമെല്ലാം ഹൃദയത്തെ വളരെ ഗൗരവപൂർവം എടുത്തു പറഞ്ഞതായി കാണാൻ കഴിയും. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലിഹത്ത് സ്വലിഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയണം, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി. കൈകളും കാലുകളും അവൻ്റെ ഇതര അവയവങ്ങളും അവൻ്റെ ചിന്തയും എല്ലാം നന്നാവും. അത് നന്നായാൽ. അത് മോശമായാൽ അവൻ്റെ ശരീരം മൊത്തം മോശമായി എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പരാജയപ്പെട്ടവനായി. ഈ രോഗമാണ് ബഹുഭൂരിഭാഗം മനുഷ്യരിലും പിടിപെട്ടിട്ടുള്ള രോഗം. അതുകൊണ്ടാണ് മനുഷ്യൻ കുഫറിനെയും ബിദ്അത്തുകളെയും ശിർക്കിനെയും അതിൻ്റെ പരിചാരകന്മാരായിട്ടുള്ള മറ്റു പല രോഗങ്ങളെയും പേറുന്നത്. അതിനെ ശുദ്ധീകരിക്കുക എന്നതാണ് ആദ്യം പറഞ്ഞ രോഗത്തെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതിനേക്കാൾ നമുക്ക് ആദ്യമായി വേണ്ടത്. അതിനുള്ള ഹോസ്പിറ്റലും അതിനുള്ള ചികിത്സയും അതിനുള്ള മരുന്നുമൊക്കെയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കാണത്. അള്ളാഹു എടുത്തുദ്ധരിച്ചതാണ് സൂറ അശ്ശൂറയിൽ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തും മക്കളും. ആ മക്കളെന്ന് പറയുമ്പോൾ എത്ര ഉന്നതമായ അവസ്ഥ ഭൗതികമായി ലഭിച്ചവരാണെങ്കിലും, സമ്പത്തെന്ന് പറയുമ്പോൾ എത്ര കോടി അല്ലെങ്കിൽ കോടാനക്കോടി അല്ലെങ്കിൽ മില്യൺ അല്ലെങ്കിൽ എത്ര ഉള്ളവരാണെങ്കിലും അതൊന്നും ഒരു ഫലവും ചെയ്യുകയില്ല. അങ്ങനത്തെ ഒരു ദിവസം ഇവിടെ വരാനുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഹൃദയം എന്നാണ് അവിടെ പറഞ്ഞത്, ശരീരം എന്നല്ല. അപ്പോൾ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമായതുകൊണ്ടാണ്, അതായത് ആ അവയവം നന്നായാൽ അവൻ്റെ ശരീരം തന്നെ നന്നായി എന്നതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൽബിനെ എടുത്തു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂലും ഇങ്ങനെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. നിരവധി പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ ജ്അൽ ഫീ ഖൽബി നൂറ, അള്ളാഹുവേ എൻ്റെ ഹൃദയം നീ പ്രകാശിതമാക്കണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഉ, പടച്ചോനെ നിന്നെ പേടിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പോൾ ഈ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഥവാ ഇതിൻ്റെ മരുന്ന്, ഇതിൻ്റെ രോഗം, ഇതെല്ലാം ആത്മീയ ചികിത്സയും രോഗവും മരുന്നുമൊക്കെയാണ്. ആ രോഗം ബാധിച്ചവനെ വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ചികിത്സിക്കുക. അല്ലാഹുമ്മ നഖ്ഖി ഖൽബി മിനൽ ഖതായ, പാപങ്ങളിൽ നിന്നും അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ ഇത് ശുദ്ധിയാക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ദീനിക്. ഇങ്ങനെ നിരവധി ദുആകൾ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൻ്റെ ശുദ്ധിയും അതിൻ്റെ വൃത്തിയും അതിൻ്റെ പവിത്രതയും ഒക്കെ അള്ളാഹുവിനോട് നിരന്തരം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നതായി കാണാൻ കഴിയും.
നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റിതര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ടും ഹൃദയം അള്ളാഹുവുമായിട്ടുള്ള ഭയപ്പാടുള്ളതോടൊപ്പം മാത്രമേ അതിനെല്ലാം കൂലി ലഭിക്കൂ. വിശുദ്ധ ഖുർആൻ സൂറ ഹുജുറാത്തിൻ്റെ 14-ാമത്തെ ആയത്തിൽ കാണാം, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. ഗ്രാമീണ അറബികൾ അല്ലെങ്കിൽ കാട്ടറബികൾ അവർ വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ആമന്ന, ദൂതരെ അല്ലെങ്കിൽ പ്രവാചകരെ, ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ ഈമാനുള്ളവരാണ്. അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, നബിയെ പറയുക, കുൽ ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനുകളല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് പറയുന്ന ഗ്രാമീണരായ ആളുകളോട് അള്ളാഹു പറയുന്നു, പ്രവാചകനോട് തിരിച്ച് തങ്ങൾ പറയണം, നിങ്ങൾ മുഅ്മിനുകളല്ല. വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ, നിങ്ങൾ മുഅ്മിനുകളല്ല. ആരോടാ പറയുന്നത്? മുഅ്മിനാണ് എന്ന് പറയുന്നവരോട്. സൂറ ഹുജറാത്തിൻ്റെ 14. ഇത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മെപ്പറ്റിയാണോ ഇത് പറയുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഖുർആനിൻ്റെ എല്ലാ ആയത്തുകളും ഇന്ന് ഇറങ്ങിയതുപോലെ അവരവരോട് സംസാരിക്കുന്നത് പോലെയാണെങ്കിലും നമ്മുടെ ഈമാനികമായ വിഷയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നിസ്കാരവും നമ്മുടെ മറ്റു ഇതര സൽക്കർമ്മങ്ങളുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ നമ്മളോടാണ് അള്ളാഹു ഇത് പറയുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ഒരു ദിവ്യബോധനം ആണ് എന്നേ തോന്നും. ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് ആത്മാർത്ഥതയോടുകൂടി പറയുന്നവരോട് നിങ്ങൾ മുഅ്മിനുകളല്ലെന്നും നിങ്ങൾ കീഴൊതുങ്ങിയവരാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ എന്നാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുള്ളത്. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടേയില്ല. തുടർന്ന് അള്ളാഹു പറയുന്നതാണ് അതിൻ്റെ അടിവരയിടേണ്ടത്, വഇൻ തുതീഉല്ലാഹ വറസൂലഹു ലാ യലിതുകും മിൻ അഅമാലികും ഷൈഅ ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. ഇതേപോലെ നിരവധി ആയത്തുകൾ വേറെയുമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നും ഒന്നും അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല, കുറവ് വരുത്തുകയില്ല. അപ്പോൾ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അടുക്കൽ വന്നവരോട് മുഅ്മിനുകളല്ലെന്നും നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്നും അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ലെന്നും അള്ളാഹു പറയുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഇസ്ലാമല്ല ഒന്നാമതായി വേണ്ടത്, നമ്മുടെ ഈമാനാണ്. അതുണ്ടെങ്കിലേ നമ്മുടെ ഇസ്ലാമിനെ പരിഗണിക്കുകയുള്ളൂ. പ്രവാചകനോടൊപ്പം നിസ്കരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് അംഗീകരിച്ച മുസ്ലിങ്ങളായ ആളുകളിൽ ഗ്രാമീണരായ ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അവർക്കുള്ള മറുപടി ഇങ്ങനെയാണെങ്കിൽ, എന്താണ് അവർക്കുള്ള മറുപടി ഇങ്ങനെയായത്? ശേഷം വന്ന ആയത്ത്, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ഇതാഅത്ത് ചെയ്യുകയാണെങ്കിൽ എന്ന് എന്ന നിബന്ധന ഷർത്ത് വച്ചപ്പോൾ തന്നെ മനസ്സിലായി, പൂർണ്ണരായി അവർ ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അവർ അനുസരിച്ചിട്ടില്ല. അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ മുസ്ലിങ്ങളാണ്, നിസ്കരിക്കുന്നുണ്ട്, മറ്റു ഇതര സൽക്കർമ്മങ്ങളൊക്കെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അത് ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊണ്ടോ അള്ളാഹുവിനോടുള്ള ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല അവർ അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ചത്. അതുകൊണ്ടാണ് അവർ മുഅ്മിനുകളാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ പറയേണ്ടെന്നും നിങ്ങളിൽ ഈമാൻ ഇല്ല എന്നും ഇസ്ലാമേ നിങ്ങളിൽ ഉള്ളൂ എന്നും അവരെ പഠിപ്പിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമുക്കും ഈ ആയത്ത് ബാധകമല്ലേ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും നാം ഉൾക്കൊള്ളുന്നുണ്ടോ? നാം ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടോ?
അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പിന്നെയും നമുക്ക് തിന്മകളിലേക്കും അക്രമങ്ങളിലേക്കും വൻ പാപങ്ങളിലേക്കും എത്തപ്പെടാൻ കഴിയുക? കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്തുകൊണ്ട് നാം പിന്നെയും പലിശയിലേക്കും അതേ പ്രകാരമുള്ള മറ്റു വൻ പാപങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാതെ വീണ്ടും നാം എങ്ങനെയാണ് ആ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക? ഇവർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈമാനിൻ്റെ അടിവേര് ഇറങ്ങിയിട്ടില്ല. വിശുദ്ധ കലിമത്തു തൗഹീദിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഒരു നല്ലൊരു വൃക്ഷമായിട്ടാണെന്ന് അധ്യായം ഇബ്രാഹിമിൽ കാണാം. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിയുടെ അടിയിലേക്ക് ആണ്ടിറങ്ങിയിരിക്കുന്നു. എത്ര വലിയ കൊടുങ്കാറ്റും ശക്തമായ പ്രളയവും അല്ലെങ്കിൽ ശക്തമായ ക്ഷോഭങ്ങൾ ഉണ്ടായാൽ പോലും ആ വടവൃക്ഷത്തിന് ഒരു വിധത്തിലുള്ള ചാഞ്ചാട്ടവും ഇല്ലാതെ അത് തൻ്റെ ഇടത്തോടുകൂടി അതിൻ്റെ തണ്ടിൽ അത് ഉറച്ചു നിൽക്കുന്നു. ആ നിലയിൽ ഭൂമിയുടെ അടിയിലേക്ക് അതിൻ്റെ വേരുകൾ ഇറങ്ങിയ ഒരു വൃക്ഷം പോലെയാണ് വിശുദ്ധ വചനത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ അന്തരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ വചനമായിരിക്കണം, അഥവാ അള്ളാഹുവിലുള്ള അടിയുറച്ച ഉറപ്പായിരിക്കണം, വിശ്വാസമായിരിക്കണം ഈമാനിൻ്റെ ഒന്നാമതായി ഉണ്ടാകേണ്ടത്. പിന്നീടാണ് മലക്കുകളിലും കിതാബിലും നബിമാർ ഒക്കെയുള്ള വിശ്വാസങ്ങളെല്ലാം പിന്നീടാണ്. ഈ അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കി തീർക്കാനാണ് അള്ളാഹു പ്രവാചകന്മാരിൽ നിന്നും റസൂലുകളെ അതിനുശേഷം നബിമാരെയും ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതിൽ അവസാനത്തെ നബിയെ അള്ളാഹു നിയോഗിച്ച് 13 വർഷം നബിത്വ ജീവിതത്തിൽ 13 വർഷം കൂടുതൽ സമയവും ഇത് പഠിപ്പിക്കാനും ഇത് ഉറപ്പിക്കാനും പ്രത്യേകിച്ച് ഹൃദയ ശുദ്ധീകരണത്തിനും. ഹൃദയ ശുദ്ധീകരണം എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശക്തമായ ഉറപ്പ് ഇറക്കുന്നതിന് വേണ്ടിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന പരിശ്രമം. അതോടൊപ്പമാണ് നബിയുടെ ഈ പ്രാർത്ഥനകളെല്ലാം ഉള്ളത്. പടച്ചോൻ, എൻ്റെ ഹൃദയം നീ ശുദ്ധിയാക്കണമേ, പേടിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയം നിൻ്റെ ദീനിന് അനുകൂലമായ നിലയിൽ നീ തിരിക്കണമേ, എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണം തമ്പുരാന് എന്നൊക്കെ നിരന്തരമുള്ള പ്രാർത്ഥനകൾ നിസ്കാര വേളയിലും ശേഷവും മുമ്പുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത്. നാമും നിരന്തരം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ കൈകാലുകളുടെ രോഗങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ ഏതൊക്കെ വേണ്ടതുണ്ടോ അതൊക്കെ നാം ചെയ്തേ പറ്റൂ. ഇല്ലാതെ നാം നിസ്കരിച്ചു, ജുമാ നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, കുറേയൊക്കെ ദാനങ്ങൾ ചെയ്തു, ഇതുകൊണ്ടൊന്നും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നേട്ടവും നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ല. കുറേ അഴമാലുകളുമായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുന്ന കുറേ ആളുകളെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ മുഴുവൻ എണ്ണത്തിലും കുഴപ്പങ്ങളാണ്. എല്ലാം എടുത്ത് തോട്ടിലേക്ക് എറിയാൻ പറയും, അവൻ്റെ മുഖത്തേക്ക് തന്നെ ചുരുട്ടി എറിയാൻ പറയും. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും ഒക്കെ ചെല്ലുന്ന അവസരത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രതികരണം ഈ നിലയിലുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, പിന്നീട് നമുക്ക് ഒന്ന് വന്ന് നന്നായി നല്ല ഹൃദയവുമായി പോകാനുള്ള അവസരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മീയ രോഗങ്ങളെ ചികിത്സിക്കേണ്ട വിധത്തിൽ തന്നെ ചികിത്സിക്കണം. നമ്മുടെ ഭൗതിക രോഗങ്ങളെ ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി അതിന് നാം 10ഉം 20ഉം നിലയുള്ള ഹോസ്പിറ്റലുകളും ആധുനിക സൗകര്യങ്ങളും മിഷനറികളും ഒക്കെ നാം കണ്ടുപിടിക്കുകയും അത് നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ ഈ ആത്മീയ രോഗവും ചികിത്സയും നാം എത്ര കണ്ട് അവഗണിച്ചോ അതിനനുസരിച്ച് നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ശരീരത്തിൻ്റെ ഇതര അവയവങ്ങളുടെയും പ്രവർത്തനം അനിസ്ലാമിക അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടേത്, നമ്മുടെ കുടുംബങ്ങളുടേത്, നമ്മുടെ മക്കളുടേത്, സഹപാഠികളുടെ, അയൽവാസികളുടെ, ബന്ധുക്കളുടെ, സ്നേഹിതന്മാരുടെ, ലോകത്തുള്ള മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും.
അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ഹൃദയം ശുദ്ധിയാവാതെ നാം കുമ്പിട്ടത് കൊണ്ടോ നാം സുജൂദ് ചെയ്തത് കൊണ്ടോ ഒരു നിലയിലുള്ള പ്രതിഫലവും ഒരു അമലിനും നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭ്യമേ അല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുസ്ലിങ്ങളെ പരസ്പരം അസൂയ വയ്ക്കരുത്, പരസ്പരം നിങ്ങൾ കുറ്റങ്ങൾ അന്വേഷിക്കരുത്, പരസ്പരം നിങ്ങൾ തമ്മിൽ അടി കൂടരുത്. ഒരാൾ പറഞ്ഞ് ഉറപ്പിച്ചു വച്ച കച്ചവടത്തിൻ്റെ മുകളിൽ കയറി അടുത്തവൻ കയറി കച്ചവടം ചെയ്യരുത്. നിങ്ങൾ പരസ്പരം ക്രൂരമായ നിലയിൽ പെരുമാറരുത്, സംസാരിക്കരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഹൃദയത്തിലുള്ള ആന്തരിക രോഗങ്ങളാണ്. ലാ തഹാസദു വലാ തനാജശു വലാ തബാഗദു വലാ തദാബറു വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദ് വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യഖ്ദുൽഹു വലാ യഹ്ഖിറുഹു അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് നന്നാവേണ്ടത്. ഇവിടെ നന്നായാൽ നമ്മുടെ എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും നന്നായി. അങ്ങനെ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ 2 റക്അത്ത് നഫ്ല് അല്ലെങ്കിൽ ഫർളായ നിസ്കാരങ്ങൾ, നമ്മുടെ മറ്റു ഇതര സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരുമ്പിനേക്കാൾ ഭാരമേറിയതും അള്ളാഹു സ്വീകരിക്കുന്നതും ആയി. അള്ളാഹു നിങ്ങളുടെ രൂപവും നിങ്ങളുടെ സമ്പത്തൊന്നും അള്ളാഹ് നോക്കുന്നില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. നിങ്ങളുടെ പൈസ എത്രയുണ്ട്, കാശുകാരനാണോ, നിങ്ങൾ വെളുത്തവനാണോ കറുത്തവനാണോ ആരോഗ്യവാനാണോ, ഇതൊന്നും അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും. ഹൃദയം നോക്കും, പിന്നീട് കർമ്മം നോക്കും. അപ്പം ഹൃദയത്തിൽ നിന്നും വരുന്ന കർമ്മങ്ങളും ഹൃദയത്തിൻ്റെ ശുദ്ധിയുമാണ് അള്ളാഹു ഒന്നാമതായി നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന വിഷയത്തിൽ അള്ളാഹു എടുത്തു വെക്കുന്ന നിബന്ധന. അത് ശുദ്ധിയാക്കാനുള്ള പരിശ്രമമായിരിക്കണം നമ്മിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം പോലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയും ഒരു വാക്കുമാണത്. അള്ളാഹുവേ, ഞങ്ങളുടെ മുമ്പ് മുഅ്മിനുകളായി മുസ്ലിങ്ങളായി മരിച്ചു പോയവരെ സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളോടുള്ള ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഗില്ലും ഒരു വിധത്തിലുള്ള ഒരു ദുഷ്ചിന്തയും ഒരൊറ്റ മുഅ്മിനിനോടും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കരുത് തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി, പ്രവർത്തിക്കുന്നവനല്ല. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവനാകണം. പിന്നെ എങ്ങനെ അവനെ മോശമായ നിലയിൽ മറ്റൊരാളോട് പ്രവർത്തിക്കാൻ കഴിയും, മറ്റുള്ളവനെ സംബന്ധിച്ച് അസൂയ വയ്ക്കാൻ കഴിയും, അവനോട് എങ്ങനെ കയർക്കാൻ കഴിയും, അവനെ എങ്ങനെ വഞ്ചിക്കാൻ കഴിയും, അവൻ്റെ സമ്പത്ത് എങ്ങനെ അനധികൃതമായി തിന്നാൻ കഴിയും, അവനെ സംബന്ധിച്ച് എങ്ങനെ മോശം ധരിക്കാൻ കഴിയും? പാടില്ലെന്നാണ് അള്ളാഹുവിൻ്റെ നിബന്ധന. ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് സൂറ ഹശ്റിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നാം വളരെ ഗൗരവമായ നിലയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷയം, അതിൻ്റെ രോഗം നാം ചികിത്സിച്ച് സുഖപ്പെടുത്തിയേ പറ്റൂ. മരിക്കുന്നു എന്ന കാര്യം നമുക്കൊക്കെ പേടിയാണല്ലോ. അതിനുവേണ്ടി നാം എന്തൊക്കെ ചെയ്യാൻ, അതിനെതിരിലായി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. പിന്നെ ഒരു നിർവാഹമില്ലാതെ പിടിപെട്ട് പോകുമ്പോഴാണ് മരിക്കുന്നത്. നാലാലൊരു നിവർത്തി ഉണ്ടെങ്കിൽ കിടക്കുന്ന വീടും വിറ്റ്, അല്ലെങ്കിൽ വായ്പയും വാങ്ങി, അല്ലെങ്കിൽ പല ആളുകളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഭൗതിക രോഗങ്ങളെ ചികിത്സിക്കാൻ നാം കഠിനാധ്വാനം ചെയ്യാറുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ആത്മീയ രോഗത്തെ ചികിത്സിക്കാൻ ഒരു പൈസയും ചെലവില്ല. 25 ലക്ഷം കേട്ടണ്ട, 5 ലക്ഷം കേട്ടണ്ട, പിന്നീട് അതിൻ്റെ പഥ്യവും പാലിക്കേണ്ട, ഒരു പ്രശ്നവുമില്ല. ഹലാലും ത്വയ്യിബുമായതെല്ലാം കഴിക്കുകയും ചെയ്യാം, ആരോഗ്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം.
ആത്മീയ ചികിത്സയ്ക്കാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ഭൗതിക ചികിത്സയേക്കാൾ. അതിനുള്ള വഴി വിശുദ്ധ ഖുർആനും അതിനോടുള്ള പഠനവും അതിനോടുള്ള നമ്മുടെ സമീപനവും നന്നാക്കി തീർക്കലല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ആ രക്ഷപ്പെട്ട ഹൃദയം കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഹൃദയമാണ് നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും രാജാവ്. അയാൾ ചൊവ്വയെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാം ചൊവ്വാവൂ, നമ്മുടെ ചിന്തകളടക്കം. വേറൊരാളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ദുഷ്ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഈമാനിന് കുറവ് വന്നു, അതിന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഒരാളുടെ കച്ചവടം നഷ്ടപ്പെട്ട് കാണണം എന്ന്, അല്ലെങ്കിൽ അവനേക്കാൾ എനിക്ക് മോളിൽ കയറണമെന്ന്, അല്ലെങ്കിൽ അവന് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ള ഈ ദുഷ്ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ഈമാൻ വളരെ അടിയിൽ പോയി, ഹൃദയം കറുത്തു രോഗബാധിതനാണ് എന്ന്. അതിനുടനെ ചികിത്സിക്കണം. ആ ചികിത്സിക്കാതെ നമ്മുടെ ഹൃദയവുമായി നാം മുന്നോട്ട് പോയാൽ ഈ ദുഷ്ചിന്തകൾ കൂടിക്കൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ സുമ്മ ഖസത് ഖുലൂബുകും ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കടുത്തു. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ. കല്ലുപോലെ കട്ടിയായി, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമായി. കല്ലിനുമുണ്ടൊരു ഭയം. ചില കല്ലിൽ നിന്നും അള്ളാഹു പറയുന്നു നദി പൊട്ടിയൊലിക്കാറുണ്ട്. ചില കല്ലുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഉതിർന്ന് വീഴാറുണ്ട്. വെറുതെ വീഴുന്നതല്ല ഈ കല്ലൊന്നും, അതിനൊക്കെ ചില ആത്മീയ മാനങ്ങളുണ്ട്. അതിനോട് അതിൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ്, അങ്ങനെയാണ് അത് ഉതിർന്നു വീഴുന്നത്. നാം അതിന് പല നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകി വേറെ പല നിലയിലേക്ക് നാം അതിനെ തിരിച്ചുവിടുന്നു. നമ്മുടെ വിശുദ്ധ കലിമത്തു തൗഹീദിൻ്റെ കുറവാണ് ഈ സംഭവിക്കുന്ന അനിഷ്ട സംഭവങ്ങളെന്നും. അത് പ്രകൃതിയിൽ നിന്നാവട്ടെ, ഭരണാധികാരികളിൽ നിന്നാവട്ടെ, അയൽവാസികളിൽ നിന്നാവട്ടെ, കൂട്ടുകാരനിൽ നിന്നാവട്ടെ, സ്വന്തം ഇണയിൽ നിന്നാകട്ടെ, എവിടെ നിന്നാണെങ്കിലും ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ദുഷിപ്പ് കാരണമാണ് എന്ന് നാം ആരും മനസ്സിലാക്കാറില്ല. വിശുദ്ധ ഖുർആൻ ഇതിന് ഗൗരവം കൊടുത്തില്ലെങ്കിൽ പിന്നെന്തിനാ ഇതേപോലെ പ്രാർത്ഥനകൾ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അള്ളാഹു ഞങ്ങളുടെ കൈ നന്നാക്കി തരണം, കാല് നന്നാക്കി തരണം, തല നന്നാക്കി തരണം എന്നൊന്നും അല്ലല്ലോ അതിൻ്റെ അർത്ഥം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളുടെ ഹൃദയം അള്ളാഹുവെ നീ തെന്നിച്ചു കളയല്ലേ, ഞങ്ങളുടെ ഹൃദയത്തിന് നീ ചാഞ്ചാട്ടം ഉണ്ടാക്കല്ലേ. എന്ത് വിഷയത്തിൽ ചാഞ്ചാട്ടം? നിന്നെ സംബന്ധിച്ചുള്ള ഉറപ്പിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ചാഞ്ചാട്ടം വരുമ്പോഴാണ് തമ്പുരാനെ ഞങ്ങൾ അക്രമങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും ശിർക്കൻ വിശ്വാസങ്ങളിലേക്കും പ്രവർത്തികളിലേക്കും ഒക്കെ പോകുന്നത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെട്ടു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കൊടുത്തു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കൊടുക്കാതിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം സ്നേഹിച്ചു. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നാം എന്ന് വരണോ അപ്പോഴും നമ്മുടെ ഈമാൻ പൂർണ്ണമാവില്ല. മൻഹബ്ബ ലില്ലാഹ് വഅഅത ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. കൊടുത്തത് അള്ളാഹ്ക്ക്, കൊടുക്കാതിരുന്നതും അള്ളാഹുവിന്, സ്നേഹിച്ചതും അള്ളാഹുവിന് വേണ്ടി, സ്നേഹിക്കാതിരുന്നതും അള്ളാഹുവിന് വേണ്ടി. ഈ ഒരു നിലപാടിലേക്ക് നാം എല്ലാ മേഖലകളിലും എത്തിയാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായി എന്ന അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഈമാൻ പഠിപ്പിച്ചത്. സ്വഹാബികൾ ഇത് കണ്ടും കേട്ടും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ടവരായിരുന്നു. സഹാബികൾ പരസ്പരം പറയുമായിരുന്നു, വരൂ നമുക്ക് കുറച്ച് സമയം ഈമാൻ പറയാം, കുറച്ച് സമയം ഇസ്ലാം പറയാമെന്നല്ല, കുറച്ച് സമയം നമുക്ക് മുഅ്മിനാവാം, കുറച്ച് സമയം നമുക്ക് ഈമാൻ സംസാരിക്കാം. സഹാബികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വല്ലഅസ്ർ സൂറത്ത് ഓതുകയും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് പരസ്പരം അങ്ങുമിങ്ങും ഒരു ഗുണദോഷിക്കുകയും ചെയ്യാതെ അവർ പരസ്പരം പിരിയുമായിരുന്നില്ലെന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഈമാൻ, നമ്മുടെ ഹൃദയം, അതിൻ്റെ വിശുദ്ധി, അതുകൊണ്ട് മാത്രമേ നമുക്ക്
അള്ളാഹുവിൻ്റെ അടുക്ക രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും ഒന്നും ഈ ഹൃദയ ശുദ്ധീകരണം ഇല്ലാതെയാണെങ്കിൽ അറാബികൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു നമ്മളോടും പറയുന്നു. ആമന്ന എന്ന് നാം അള്ളാഹിൻ്റെ മുമ്പിൽ പറയുമ്പോൾ അള്ളാഹ് നമ്മളോട് പറയും, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ മുസ്ലിങ്ങളാവുകയാണ് ചെയ്തത്. വലമ്മാ ലം യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കില്ലായിരുന്നു, നിങ്ങൾ പലിശ കൊടുക്കുകയില്ലായിരുന്നു, വാങ്ങുകയില്ലായിരുന്നു, അക്രമം ചെയ്യില്ലായിരുന്നു, അധർമ്മങ്ങളൊന്നും നിങ്ങൾ അനുഷ്ഠിക്കുമായിരുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇസ്ലാം കടന്നു വന്നിരുന്നു. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. നമ്മുടെ ഭംഗിയോ നമ്മുടെ സമ്പത്തോ നമ്മുടെ മറ്റേതെങ്കിലും പ്രവൃത്തിയോ അല്ല അള്ളാഹു നോക്കുന്നത്. നാം നിസ്കരിക്കുന്നതിനോടൊപ്പം, നാം നോമ്പനുഷ്ഠിക്കുന്നതിനോടൊപ്പം, മറ്റു തര കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഹൃദയ വിശുദ്ധിയെ അള്ളാഹു ഒന്നാമതായി പരിഗണിക്കുന്നു. അത് ശുദ്ധമാണെങ്കിൽ തീർച്ചയായും നാം രക്ഷപ്പെട്ടവരാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ ശുദ്ധമായ രക്ഷപ്പെട്ട ഹൃദയവുമായി കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ 9-ാം വർഷം ഹജ്ജ് നിർബന്ധമായി 10-ാം വർഷം ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് വേളയിൽ ഒരു സ്ത്രീ വന്ന് നബിയോട് ചോദിച്ചു, അന്നംറഅത്തൻ കാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന ഫരീളത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദറകത് അബി ശൈഖൻ കബീറ ലാ യസ്ബുതു അല റാഹില അഫ അഹുജ്ജു അൻഹു ഖാല നഅം. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വാപ്പയ്ക്ക്, മുസ്ലിങ്ങൾക്ക് ഹജ്ജ് ഫർളായ അവസരത്തിൽ എൻ്റെ വാപ്പയ്ക്ക് അങ്ങേയറ്റം പ്രായമായി. വാഹനത്തിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാനും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനും വാപ്പയ്ക്ക് കഴിയില്ല. വാപ്പയ്ക്ക് ഹജ്ജുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, നിൻ്റെ വാപ്പയ്ക്ക് ഹജ്ജുണ്ട്. സ്ത്രീ പറഞ്ഞു, ആ വാപ്പയ്ക്ക് പകരം ഞാൻ ഹജ്ജിന് ചെയ്താൽ മതിയോ? റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, നീ ഹജ്ജ് ചെയ്താൽ മതി. ലഖീത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബിയുടെ അടുക്കൽ ചെന്നു. ഫഖാല ഇന്ന അബി ശൈഖുൻ കബീർ, എൻ്റെ വാപ്പ ഒരുപാട് വയസ്സായി നബിയെ, ലാ യസ്തതിഉൽ ഹജ്ജ വലൽ ഉംറ, ഹജ്ജ് ഉംറയൊന്നും ചെയ്യാൻ എൻ്റെ വാപ്പക്ക് കഴിയില്ല. നബി പറഞ്ഞു, ഹുജ്ജ അൻ അബീക വഅ്തമിർ, നിൻ്റെ വാപ്പയ്ക്ക് പകരത്തിലായി നീ ഹജ്ജും ഉംറയും ചെയ്താൽ മതി. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ 5 മർമ്മപ്രധാനമായ സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. അത് നമുക്ക് ആരോഗ്യവും സൗകര്യവും ഉണ്ടെങ്കിൽ അത് നിർവഹിച്ചേ പറ്റൂ. നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, അവർക്ക് ആ അവസരത്തിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല. ഇപ്പോൾ അതിനുള്ള അവസരവും കഴിവുമുള്ള മക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് പകരം ഹജ്ജ് ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ കർശനമായ കൽപ്പന.
അള്ളാഹു പറഞ്ഞതുപോലെ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ഇസ്തിതാഅത്തുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വരണം, ഹജ്ജിൻ്റെ ഷിആറുകളെല്ലാം കൃത്യമായി നിർവഹിക്കണം. അങ്ങനെ ഒരാൾ ചെയ്തില്ലെങ്കിൽ ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹുവിന് ആളുകളുടെ ലോകരുടെ ഒരു ആരാധനകളും ആവശ്യമില്ലാത്ത വിധത്തിൽ അള്ളാഹു സ്തുത്യർഹനാണ് എന്നും അള്ളാഹു അറിയിക്കുന്നു. അതുകൊണ്ട് നാം ഹജ്ജ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മുൻപ് കഴിഞ്ഞുപോയ, മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആരോഗ്യമില്ലാത്ത, നമുക്ക് നിലവിൽ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നാം അവർക്ക് പകരത്തിലായി ഹജ്ജ് നിർവഹിക്കണം. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് പകരത്തിലായി നിർവഹിക്കണം. അതെല്ലാം നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണപ്പെട്ട ഹജ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ ഉംറ ചെയ്യാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി നിർവഹിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഇണക്കി തരട്ടെ. ഈ വർഷം ഹജ്ജ് ഉംറയും നിർവഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായി നിർവഹിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരൻ തൻ്റെ കുട്ടിയുടെ സ്വലാഹിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദുആ